Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. പൊന്നാനിയുടെ പഴയ പാരമ്പര്യം വിളിച്ചോതുന്ന പൊന്നാനി മൗലൂദ് സ്വാഗത സംഘം നിലവിൽ വന്നു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നിലവിലുണ്ടായിരുന്നതും പിന്നീട് കാലഹരണപ്പെട്ടു പോയതുമായ വേറെ എന്തെങ്കിലും മൗലിദിൻ്റെ രൂപങ്ങളുണ്ടെങ്കിൽ അത് തെരഞ്ഞു പിടിച്ച് ഈ കൊല്ലം നമുക്ക് കൂടുതൽ മൗലിദിൻ്റെ രൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമെന്നാണ്. എന്ന് മാത്രമല്ല, SOS ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിലുടനീളം ഇപ്പോൾ തിരൂരങ്ങാടി പോലെയുള്ള പ്രദേശങ്ങൾ ഇസ്ലാമിൻ്റെ വളരെ പാരമ്പര്യമുള്ള പ്രദേശങ്ങളാണ്. അവിടങ്ങളിലൊക്കെ ഇതുപോലെ പഴയ കാലത്ത് മഹബത്തിൻ്റെ തിരുനബി അനുരാഗത്തിൻ്റെ അനുഭൂതി നുകർന്നിരുന്ന നിരവധി പരിപാടികൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ജില്ലയിലുടനീളം ഇത്തരം മഹബത്തിൻ്റെ അനുരാഗത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തെരഞ്ഞു കണ്ടുപിടിച്ച് അവകളെ കൂടെ പൊന്നാനി മൗലിദിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു തീരുമാനം SOS ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നാനി മൗലിദ് കേവലം പൊന്നാനിയിൽ മാത്രമല്ല അത് പ്രചണ്ഡമാകുന്നത്, അത് ജില്ലയിലുടനീളമുള്ള മൗലിദിൻ്റെ രൂപങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ് പൊന്നാനി മൗലിദ് ചെയ്യുന്നത്. പൊന്നാനി മൗലിദിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ ഒരു ആലയും ഒന്ന് ജാക്കി വെച്ച് സംസാരിച്ച് പരിപാടി വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. പൊന്നാനി മൗലിദ് എന്ന് പറയുന്ന ഈ ഒരു ക്യാപ്ഷനുമായിട്ട് ആദ്യ കൊല്ലം നമ്മൾ വന്നപ്പോൾ തന്നെ പൊന്നാനി സർവാത്മന ഇരു കൈയും നീട്ടി ഇടനെഞ്ചിൻ്റെ ഉള്ളിലേക്ക് പരിപാടിയെ സ്വീകരിച്ച അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എല്ലാവരും തിരക്കുള്ളത് തന്നെയാണ് നമ്മുടെ പരിപാടി. എല്ലാ പരിപാടിയും റഹ്മത്തുൽ ആലമീൻ അസ്റഫുൽ ഖൽഖ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സറഫുറ്റ പൊന്നാനി മൗലൂദ് ചരിത്രമാക്കി അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ റഹ്മത്തിൻ്റെ മനക്കുളവും എല്ലാ സ്വഹാബത്തുക്കെ നമുക്ക് വന്ന് കൂടുന്ന ഒരു മജ്‌ലിസാക്കി അത് തീർക്കുമാറാവട്ടെ. ഇപ്പം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് ഇതിന് തുടക്കം നിലയ്ക്ക് 25,000 രൂപ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പൊന്നാനി മൗലൂദിൻ്റെ സംഭാവനയായി തുടങ്ങി നമ്മുടെ പരിപാടികളൊക്കെ അത് അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സന്തോഷമാണ്. അപ്പം അതുപോലെ തന്നെ ഈ ചരിത്രം നമ്മൾ എഴുതുന്ന ആ വിഷയം പൊന്നാനിയുടെ മക്ബറുകളുടെ നാടാണ്. പ്രസിദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നാനി മൗലൂദ് സംഘടനാ സമിതി ആവണമെന്നാണ്. ചിലവ് നമുക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്നത് നമുക്ക് എന്താവും, ജില്ലാ കമ്മിറ്റിക്ക് കിട്ടും, ജില്ലാ കമ്മിറ്റിക്കും സോൺ കമ്മിറ്റിക്കും കിട്ടും. ഒരു ബുക്ക് കൊടുത്താൽ കിട്ടുന്നത് മങ്കൂസ് മൗലിദിൻ്റെ അതിൻ്റെ ആ ബെയ്ത്തുകളൊക്കെ ചൊല്ലി അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. പൊന്നാനിയിലെ മഹാന്മാരും മക്ബറകളും അവിടുത്തെ വലിയ വലിയ ആരിഫീങ്ങളും സാദാത്തീങ്ങളും ആലിമീങ്ങളൊക്കെ അവരെക്കുറിച്ചൊക്കെയുള്ള ഒരു ഇൻഷാ അല്ലാഹ് പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹസിങ്ങൾ ഉസ്താദ് നമ്മളെ മറ്റേ ആ ചരിത്രൻ്റെ പേരെന്താ മൂപ്പരും ഇൻഷാ അല്ലാഹ് അത് നമ്മളെ പൊന്നാനി മൗലിദിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രകാശനം ചെയ്യുന്നത്. അതിൻ്റെ തുടക്കമെന്ന് ഇന്നലെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ചെറിയൊരു കോപ്പി അല്ലേ, അതിൻ്റെ ഒരു ചെറിയ സൂറത്ത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ടല്ലേ പുറത്തിറക്കിയിട്ടുണ്ട്. വല്ലാത്ത സന്തോഷവും തോന്നി. ഏതായാലും വിശ്വാസികളുടെ ആത്മീയ അനുഭൂതിക്ക് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിനൊരു പരിഹാരമാണ് നമ്മുടെ പൊന്നാനി മൗലൂദ് എന്നതിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സമൂഹത്തെ ആലിമീങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ളൊരു മാർഗം കൂടിയാണ്. ഇസ്ലാമിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള മുസ്ലിം വിരോധികളൊക്കെ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് ബിദഅത്തുകാർ, അവരൊക്കെ ശ്രമം നടത്തിയത് മുസ്ലിം സമൂഹത്തെ ആലിമീങ്ങളിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ തകർച്ച എളുപ്പമാകും. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇതുവരെ ചെയ്തൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഏതായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാന്മാരായ ആലിമീങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ അടുപ്പിക്കുക എന്നുള്ളതാണ്. അതിനുകൂടി ഒരു മാർഗമാണ് നമ്മുടെ പൊന്നാനി മൗലൂദ്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെപ്പോലുള്ള ആളുകൾ, പരിസരത്ത് മറവിട്ട് കിടക്കുന്ന ഉമർ ഖാദിയെ പോലുള്ള ആളുകൾ, മമ്പ്രം തങ്ങൾ പാപ്പാനെ പോലുള്ള ആളുകൾ, അവർ മുസ്ലിം സമൂഹത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ പ്രവൃത്തിയും ഇസ്ലാമികമാകണം, എല്ലാ പ്രവൃത്തിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വൈജ്ഞാനിക, ആത്മീയ
എല്ലാ മേഖലകളിലും ഇവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കാരണം ഒരു സാധാരണക്കാരൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്കൊരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ആലിമീങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ അവരെ പിന്തുടരുക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും സമൂഹത്തെ കൂടുതൽ കൂടുതൽ ആലിമീങ്ങളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തിക്ക് ഒന്നും കൂടി ആക്കം കൂട്ടുന്നതാണ് നമ്മുടെ പൊന്നാനി മൗലീദ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇനി മുതൽ ഞാൻ പറയേണ്ടതില്ല. مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا شفاعتك الصفا من لنا مثلك يا سيدي خير النبي. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ. എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റ് ഉപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.